ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇംഗ്ലീഷിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നും രണ്ടും ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചോ എല്ലാവരും? നോട്ടൊക്കെ എഴുതുന്നുണ്ടോ? നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ പാഠഭാഗത്ത് പ്രധാനവുമായി പഠിക്കുന്നത് തിമാക്ക എന്ന സ്ത്രീയുടെ കഥയാണ്. അതോടൊപ്പം തന്നെ ചൊവ്വ ഗ്രഹത്തെക്കുറിച്ചും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ തിമാക്ക എന്ന് പരിചയപ്പെടാം അല്ലേ. തിമാക്ക ആൻഡ് ഹെർ ഹസ്ബൻഡ് ബിക്കലു ചിക്കയ്യ live in Hulikal village in Karnataka. Timaka's husband was a disabled man, hence for living she works in a quarry as a laborer. The couple were childless and had to face neighbors' mocking remark. In the year 1950, tired of it, she came up with an idea of planting banyan tree and rearing them like her own children. Along with her job as a laborer, the task of taking care of trees is a daunting one, but she was determined. She chose the Kudur Road in Karnataka, a suitable place. She dug pits on either side of the road, chose suitable saplings and planted 300 of them. She put up thorny bushes around to ensure the safety of saplings from animals. She brought water from a long distance and watered regularly. She poked the roots of tree during raining. She kept constant vigil and nursed the plants for 10 years. Because of her constant struggle, 284 banyan trees took root and provided shade for about 3 kilometers on either side of the road. The trees prevent soil erosion and provided nest for hundreds of birds. She had received the National Citizen Award from the Prime Minister. എന്താ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ? എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. തിമാക്ക എന്ന് പറഞ്ഞൊരു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ്, എന്താണ് ഹസ്ബൻഡിൻ്റെ പേര്? ഹസ്ബൻഡിൻ്റെ പേര് ബിക്കല്ലു ചിക്കയ്യ. അവർ താമസിച്ചിരുന്നത് കർണാടകയിലെ ഹൂലിക്കൽ വില്ലേജിലാണ് അവർ താമസിച്ചിരുന്നത്. തിമാക്കയുടെ ഭർത്താവ് ഒരു ഡിസേബിൾഡ് മാനായിരുന്നു, വൈകല്യങ്ങളൊക്കെയുള്ള ഒരു മനുഷ്യൻ ആയിരുന്നു. അതുകൊണ്ട് എന്താണ്, അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തിമാക്കയായിരുന്നു ജോലിക്ക് പോയിരുന്നത്. ഒരു ക്വാറിയിൽ ലേബറായിട്ടായിരുന്നു തിമാക്ക ജോലി ചെയ്തിരുന്നത്. ദ കപ്പിൾ വെയർ ചൈൽഡ്ലെസ് ആൻഡ് ഹാഡ് ടു ഫേസ് നെയ്ബേഴ്സ് മോക്കിംഗ് റിമാർക്ക്. ദ കപ്പിൾ വെയർ ചൈൽഡ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. കുട്ടികളില്ലാത്തത് മൂലം ഇവരുടെ നെയ്ബേഴ്സ്, അയൽവക്കക്കാർ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇവരെ സ്ഥിരമായി കളിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇവരെ ഓരോ പരിപാടിയിൽ, അവരുടെ കുടുംബത്തിൻ്റെ പരിപാടികളിൽ നിന്നും എല്ലാം ഇവരെ മാറ്റി നിർത്തിയിരുന്നു. എല്ലാവരുടെയും മാറ്റി നിർത്തലും അതുപോലെ തന്നെ കളിയാക്കലും എല്ലാം കേട്ടും കണ്ടും എടുത്ത് തിമാക്ക ഒരു തീരുമാനമെടുത്തു. ഏകദേശം 1950 ആ ഒരു തീരുമാനമെടുത്ത്. എന്തായിരിക്കും ആ തീരുമാനം? കുട്ടികൾക്ക് പകരം ബനിയൻ ട്രീ നടാം എന്ന് തിമാക്കയും ഭർത്താവും തീരുമാനിച്ചു. എന്താ ബനിയൻ ട്രീ? ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ആൽമരമാണ്. കർണാടകയിലെ കുഡൂർ റോഡിൻ്റെ ഇരുവശങ്ങളുമായി ഈ മരത്തൈകൾ നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടി തിമാക്ക തീരുമാനിച്ചു. അതിനുവേണ്ടി ഏകദേശം 300 എണ്ണം വരുന്ന ആൽമരത്തൈകൾ തിമാക്ക തിരഞ്ഞെടുത്തു. ഈ റോഡിൻ്റെ 2 സൈഡിലുമായി കുഴി കുഴിച്ച് ഈ തൈകൾ അതിൽ നട്ടുവെക്കുകയും ഏകദേശം 10 വർഷത്തോളം ഈ തൈകൾ പരിപാലിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഏകദേശം 284 തൈകൾ മരമായി നല്ല രീതിയിൽ വളർന്നു വരികയും അതോടൊപ്പം തന്നെ ഈ കുഡൂർ റോഡിനൊരു തണുപ്പ് നൽകുകയും ചെയ്തു. ഏകദേശം 3 കിലോമീറ്ററോളം ഈ മരങ്ങൾ ഇങ്ങനെ നിന്നിരുന്നു. ഈ 284 മരങ്ങൾ മൂലം ആ പ്രദേശത്തിന് നല്ല തണുപ്പും നല്ല സൗന്ദര്യവും അതോടൊപ്പം തന്നെ പക്ഷികൾക്ക് കൂടുകൂട്ടുവാനും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലുകൾ എല്ലാം തടയുവാനും ഈ മരങ്ങൾ മൂലം കഴിഞ്ഞു. അപ്പം ഒരു അമ്മ തൻ്റെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ പരിപാലിക്കുന്നു, അതുപോലെയാണ് തിമാക്ക തൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന മരങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തത്. 10 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ സമയമല്ല അല്ലേ? നമ്മളൊക്കെ ഒരു ചെടി നടുകയോ അല്ലെങ്കിൽ മരത്തൈ നടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 1-2 ദിവസവും അതിന് വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ അതിനെ പരിപാലിക്കും, വളം നൽകും. പക്ഷേ പിന്നെ അതിനെ തിരിഞ്ഞു നോക്കുകയോ അതിനെ ഒന്നും
ചെയ്യുകയോ നോക്കുകയോ ഒന്നും നമ്മൾ ചെയ്യില്ല ഒരുപക്ഷെ. പക്ഷേ തിമാക്ക ഈ 10 വർഷത്തോളം അതിനെ പരിപാലിക്കുകയും അതിനെ സ്നേഹിക്കുകയും എല്ലാം ചെയ്തു. തന്നെത്താൻ സ്നേഹിച്ചു. അതുപോലെ തന്നെ ഈ മരങ്ങൾ നട്ടതും മൂലം തൻ്റെ കൂടെയുള്ള മനുഷ്യരെയും അദ്ദേഹം സ്നേഹിച്ചു. തിമാക്ക സ്നേഹിച്ചു, പരിപാലിച്ചു. അതോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിച്ചു. ഒരു മരം ഒരു വരമാണെന്ന് പറയുന്ന പോലെ ഒരു മരം നീ മുറിക്കുമ്പോൾ 5 മരം എങ്കിലും മരത്തൈകളെങ്കിലും നടണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ തിമാക്ക ഇവിടെ നട്ടത് ഏകദേശം 284 മരങ്ങളാണ്. നാളേക്ക് വേണ്ടിയിട്ടാണ് തിമാക്ക ഇതെല്ലാം ചെയ്തത്. ഒരുപക്ഷെ അയൽവക്കക്കാർ അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെല്ലാം കളിയാക്കിയപ്പോഴും വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. പക്ഷേ തിമാക്ക എടുത്ത ആ തീരുമാനത്തിൽ അത് നൽകിയത് പുതിയൊരു ഉണർവാണ്. നമ്മളെപ്പോലെ നമ്മൾ എത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുറവുകളിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി കണ്ടുപിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട് എന്ന് തിമാക്കയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. തിമാക്കയുടെ അധ്വാനത്തിനും കരുതലിനും രാജ്യം നമ്മുടെ പ്രധാനമന്ത്രി ഒരു അവാർഡ് നൽകി. നാഷണൽ സിറ്റിസൺ അവാർഡ് ഫോർ സോഷ്യൽ ഫോറസ്ട്രി. തിമാക്കയുടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവായിരിക്കുന്ന ബിക്കല്ലു ചെക്കയുടെ ആ തീരുമാനങ്ങൾ മൂലം നല്ലൊരു കാര്യമാണ് ഇന്ന് കൊടൂർ റോഡിൽ ഉണ്ടായിരിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും അതുപോലെ ചെറുമൃഗങ്ങൾക്കും എല്ലാം ഒരു ആശ്രയമാണ് ഇന്ന് 284 ആൽമരങ്ങൾ. അതുപോലെ തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം നേരിട്ട് അതിനെയെല്ലാം പോസിറ്റീവ് മൈൻഡോടെ കാണുവാൻ തിമാക്ക നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ പാഠഭാഗത്ത് അടുത്തായിട്ട് പറയുന്നതാണ് ചൊവ്വ എന്ന ഗ്രഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ മാർസ്. ചൊവ്വ എന്ന സൗരയൂഥത്തിലെ ഗ്രഹം ഇന്നും ഒരു അത്ഭുതമായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ നോക്കിക്കാണുന്നത്. അതിന് ശാസ്ത്രലോകത്ത് ഒരുപാട് കാരണങ്ങളുമുണ്ട്. ഭൂമി എന്ന ഒറ്റ ഗ്രഹത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകളായിരുന്നു ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും കാലങ്ങളായി തിരഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് വ്യക്തമായ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ് ചൊവ്വ ദൗത്യങ്ങളിലൂടെ. ചൊവ്വ എന്ന ഗ്രഹത്തെ ശാസ്ത്രജ്ഞന്മാർ ഇത്ര കൗതുകത്തോടെ നോക്കുന്നതും പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ജീവൻ്റെ തുടിപ്പ്. ചൊവ്വയിൽ ജീവന് സാധ്യമായ ഒരു സാഹചര്യമാണെന്ന് ശാസ്ത്രലോകം ഇന്നും വിശ്വസിക്കുന്നത്. ഭൂമിയെപ്പോലെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വയും. ഭൂമിയുടേതുപോലെയുള്ള ഈ സാദൃശ്യം തന്നെയാണ് ചൊവ്വ എന്ന ഗ്രഹത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നത്. ഭൂമി കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ളതും ഭൂമിയുടെ അത്ര തന്നെ വ്യാസമുള്ളതുമായ ഒരു ഗ്രഹമാണ് ചൊവ്വ. സൂര്യനെ വലം വയ്ക്കുവാൻ 2 വർഷം എടുക്കുന്നു എന്നതും ചൊവ്വയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഭൂമിയുടേതുപോലെയുള്ള കാലാവസ്ഥ വ്യതിയാനവും അതിൻ്റെ ഫലമായി മണ്ണിനുണ്ടാകുന്ന വ്യത്യാസങ്ങളുമെല്ലാം ശാസ്ത്രം കണ്ടെത്തിയ വലിയ കണ്ടെത്തലുകളാണ്. ജ്യോതിശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രലോകവും ചൊവ്വയിൽ നീരാവിയുടെ അംശമുണ്ടെന്നും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളും വിവരിച്ചു തന്നിട്ടുണ്ട്. ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിൽ കണ്ടെത്തിയ ഈ നീരാവിയുടെ സാന്നിധ്യം തന്നെയാണ് ചൊവ്വയിൽ ജീവന് സാധ്യത മങ്ങിയിട്ടില്ല എന്ന് ശാസ്ത്രലോകം പറയാൻ ഏറ്റവും വലിയ കാരണം. 1976 അമേരിക്കയുടെ 2 വൈക്കിംഗ് സ്പേസ് പ്രോബ് ചൊവ്വയുടെ പ്രതലത്തിൽ ഇറങ്ങി. ചൊവ്വയുടെ പ്രതലത്തിലെ മണ്ണിൽ നടത്തിയ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ടത് ചൊവ്വയുടെ പ്രതലം വ്യത്യസ്തമായ രീതിയിലുള്ള മണ്ണാണെന്നും ഭൂമിയുടേതുപോലെയുള്ളതല്ല എന്നും കണ്ടെത്തി. ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ചെറിയ ചെറിയ സാമ്യങ്ങളെക്കുറിച്ചാണ് പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസസ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് രണ്ടും തമ്മിലുള്ള സാമ്യതകൾ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് സാമ്യതകൾ? ഒന്ന്, ഇറ്റ് ഈസ് എ ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദ എർത്ത്, അതായത് ഭൂമിയുമായി ഏറ്റവും അടുത്തുള്ള ഒരു ഗ്രഹമാണ് മാർസ് അല്ലെങ്കിൽ ചൊവ്വ. ദേ ബിലീവ് എ ഫോം ഓഫ് ലൈഫ് മൈറ്റ് ബി ഫൗണ്ട് ഓൺ മാർസ്. സയൻറ്റിസ്റ്റുകളെല്ലാം വിശ്വസിക്കുന്നു മാർസിൽ ജീവൻ്റെ തുടിപ്പ് ഉണ്ടെന്ന്. Certain findings indicate that there may be life on Mars. കുറേയേറെ കാരണങ്ങൾ കണ്ടെത്തലുകൾ പറയാൻ സാധിക്കും മാർസിൽ ജീവൻ ഉണ്ടെന്ന്.
നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗത്തിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടത് തിമാക്കയുടെ കഥ തന്നെയാണ്. തിമാക്ക തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത വെളിച്ചം, അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കാണുവാൻ ശ്രമിക്കണം. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, പഠിക്കണം, ഏറ്റവും നന്നായിട്ട് പഠിക്കണം. അന്നന്ന് തരുന്ന നോട്ട്സ് അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടാകുന്നത്. പാഠഭാഗത്തിൻ്റെ നോട്ട്സ് കൂടി ഞാൻ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും എഴുതുക, പഠിക്കുക. താങ്ക് യു.